അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. പഴുത്ത തക്കാളി നോക്കി എടുക്കുക. തക്കാളി കുറച്ച് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു കോട്ടൺ ടവല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. എല്ലാ തക്കാളി ഇതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കുക. ഒട്ടും തന്നെ ഈർപ്പം ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ എല്ലാ തക്കാളിയും തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ മുകൾ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ തക്കാളി എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത തക്കാളി ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ്. പുളി ഇതുപോലെ നമുക്ക് ഒന്ന് കൈകൊണ്ട് മുറിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 12 അല്ലി വെളുത്തുള്ളി അല്ലികളാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളകാണ്. ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഉണ്ടെങ്കിൽ 1/4 കപ്പ് എടുത്താലും മതി. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റിൽ നമുക്ക് കുറവുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. വീണ്ടും എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഒട്ടും തന്നെ നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് ഈ തക്കാളി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ചിട്ടെടുക്കുന്നത്. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് തക്കാളി വേവിച്ചെടുത്തിട്ടുള്ളത്. കുറച്ചും കൂടെ ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. മൂടി വെച്ച് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. അപ്പൊ ഇനി തക്കാളി വെന്തൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ തക്കാളി എല്ലാം നല്ലതുപോലെ ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക. നല്ലതുപോലെ ഉടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു കുട്ടി പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം. ഇതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട്. ആദ്യം ഒന്ന് കറിവേപ്പില നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ കറിവേപ്പില എല്ലാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഇതുപോലെ മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം കുറച്ചിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഉലുവയും ജീരകമൊക്കെ മൂത്ത് കറിവേപ്പിലയൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ കറിവേപ്പില കയ്യിൽ പിടിച്ച് നോക്കുന്ന സമയത്ത് ഇതുപോലെ പൊടിഞ്ഞ് വരണം. ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇനി ഇത് ചൂട് മാറിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ആ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈർപ്പമൊന്നുമില്ലാത്ത ജാറ് വേണം എടുക്കാനായിട്ട്. നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാനുള്ളതാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. വേറൊന്നും ചേർത്തിട്ടില്ല. എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാനുള്ളത് കൊണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇത് അരച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളർ കണ്ടില്ലേ, നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്തത് കൊണ്ടാണ് ഇതുപോലെ നല്ല കളറിൽ കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. കാരണം എന്ന് വെച്ചാൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് കുറേ നാൾ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റണം. അതുകൊണ്ടാണ് നല്ലെണ്ണ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലും ചെയ്തിട്ടെടുക്കാം. കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ നമ്മൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്തിട്ടെടുക്കാം. പക്ഷെ നാൾ സൂക്ഷിച്ച് വെക്കാനുള്ളത് കൊണ്ടാണ് നല്ലെണ്ണ എടുത്തിട്ടുള്ളത്. നല്ലെണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കാം. ഉലുവ കൂടി പോകരുത്. നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തതിൽ ഉലുവ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് വറ്റൽ മുളക് 2-3 എണ്ണം മുറിച്ചത് ചേർക്കാം. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 20 അല്ലി വെളുത്തുള്ളി അല്ലികളാണ്.
അത് നിങ്ങൾക്ക് ചെറുതായിട്ട് മുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചതച്ച് ചേർത്ത് കൊടുക്കാം. വലിയ വെളുത്തുള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചോ മുറിച്ചോ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ വെളുത്തുള്ളി അല്ലികളായതുകൊണ്ട് മുഴുവനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. വെളുത്തുള്ളിയുടെ നിറമൊക്കെ ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. എല്ലാം നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. സ്പാച്ചിലുണ്ട്, ഇതുപോലെ ഒന്ന് ആക്കി ഇട്ട് കൊടുക്കുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. ഒന്ന് ഇളക്കി കൊടുക്കുക. സമയം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അവരവരുടെ അളവിനനുസരിച്ച് ഉപ്പ് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതും കൂടെ ചേർക്കുമ്പോൾ ആ പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസായി നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടും. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ലാസ്റ്റിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ച കറിവേപ്പിലയും അതുപോലെ തന്നെ ഉലുവയും ചെറിയ ജീരകം റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചതാണ്. ചൂട് മാറിയിട്ട് പൊടിച്ചെടുത്തത് ഇതിലേക്ക് അങ്ങ് മുഴുവനും ചേർത്ത് കൊടുക്കാം. ഇതാണ് ഇതിൽ കുറച്ച് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ഇപ്പോൾ കണ്ടില്ലേ, സൈഡിലൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റ് ഇളക്കി കൊടുത്ത് കുറച്ച് സമയം എണ്ണ തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എല്ലാം നല്ലതുപോലെ ഇതുപോലെ വറ്റി വരണം. എന്നാൽ മാത്രമേ കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ. ഇത് ചോറിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇഡ്ഡലി, ദോശ ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. ചട്നിയുടെ ചൂട് നല്ലതുപോലെ മാറിയതിന് ശേഷം ഈർപ്പമൊന്നുമില്ലാത്ത ഗ്ലാസ് ജാറിലേക്ക് ഇത് നിറയ്ക്കാം. അപ്പൊ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചട്നി തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. 3 മാസം വരെ പുറത്ത് സൂക്ഷിച്ച് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഒരു 6 മാസം വരെയൊക്കെ ഇത് കേടുകൂടാതെ ഇരിക്കും. അതുപോലെ ഹോസ്റ്റലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ചട്നിയാണിത്. അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഇതിൽ നമ്മൾ തേങ്ങ ഒന്നും ചേർക്കുന്നില്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാനും ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാനും ഒക്കെ പറ്റുന്ന ഒരു ചട്നിയാണ്. വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന തക്കാളി വെച്ചിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര പൊടിച്ചതോ പഞ്ചസാരയോ ചേർക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഇതുപോലെ തക്കാളി വെച്ചിട്ട് ഒരു പ്രാവശ്യം ചട്നി തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്